മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയക്കു എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉഴുന്നുവടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ എങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കുറേ ഉണ്ടാക്കി കഴിഞ്ഞു, കാരണം അപ്പോൾ എനിക്ക് ക്യാമറ എടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞു. മൊത്തം യുദ്ധക്കളമാണ് ഗേയ്സ്, യുദ്ധക്കളം. ഹായ് ഗേയ്സ്, കുറച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ വട ഉണ്ടാക്കുന്നത് കൈ നനച്ചു, തുണിയിലൊന്ന് തൊട്ടു. അത് കഴിഞ്ഞ് കുറച്ച് വടയുടെ മാവ് എടുത്തു, ഈ തുണിക്കുള്ളിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിനെ ഒന്ന് പരത്തി കൊടുത്തു. ഒന്ന് നല്ല കുറച്ച് കനം കുറച്ചൊന്ന് പരത്തി കൊടുത്തു, കാരണം പിന്നെ അത് നല്ല പൊങ്ങി വരുമല്ലോ. കൈ ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിൽ തൊട്ടു. അത് കഴിഞ്ഞ് ഒരു ഹോളിട്ടു. അത് കഴിഞ്ഞ് പതുക്കെ മെല്ലമേ എടുത്ത് കണ്ട് ഞാൻ താഴെ വെക്കുന്നു. അത് കഴിഞ്ഞ് ഇട്ട് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പല്ലൊക്കെ തേച്ചോട്ടെ രാവിലെ. നല്ല ക്രിസ്പി സൗണ്ട് ഉണ്ട് കേട്ടോ. അതുമല്ല നല്ല വെന്തു. അരിഞ്ഞ് വെച്ചതും പ്രിപ്പറേഷൻ ചെയ്തതൊന്നും എല്ലാം കൂടെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ, അതിലിടുന്നില്ല ബാക്കി. ചിലതിനൊക്കെ ഷേപ്പ്, അങ്ങനെ ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ വരും. അതിന് ആസ് യൂഷ്വൽ ഉള്ളതാണല്ലോ. ഇവിടെ മൊത്തം ഇന്നൊരു കുളമായി കിടക്കുകയാണ്. കുഞ്ഞാവ് ഉറങ്ങുകയാണ് കേട്ടോ. നമ്മൾ തലാണി വെച്ച് എടുത്തിട്ടുണ്ട് എണ്ണിക്കാതിരിക്കാൻ. സമയം ഒത്തിരിയായി. വട രാവിലെ ഉണ്ടാക്കി. ഞാൻ രാവിലെ വട ഉണ്ടാക്കിയും കയറിയത് തന്നെ എന്നതിന്, അല്ലെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കൽ നടക്കത്തില്ല. ഇനി കുഞ്ഞാവയുടെ ടിഫിനിലേക്ക് ഇന്ന് വടയാണ് വെക്കുന്നത് കേട്ടോ. കാരണം ഒത്തിരി വെക്കുന്നില്ല. അവന് ഞാൻ ഒരു വടയെ വെക്കുന്നുള്ളൂ. അവൻ അധികം വട കഴിക്കില്ല. പിന്നെ കൊച്ചിന് സൂജിയുടെ ഹൽവ ഉണ്ട് കേട്ടോ, വെള്ള കളറിലെ ഹൽവ ഉണ്ട്. പിന്നെ കുഞ്ഞാവയ്ക്ക് ഒരു പഴം അരിഞ്ഞ് നമ്മൾ ആ ടിഫിനിൽ തന്നെ വെക്കുകയാണ്. കാരണം പഴവും സൂചിയും ഉണ്ട്. കുഞ്ഞാവ 12 മണി വരെ ഉള്ള ക്ലാസ്, അപ്പോഴത്തേക്കും ക്ലാസ് തീരും. കുഞ്ഞാവയ്ക്ക് അധികം ചെറിയ കഷ്ണമല്ല, നല്ല ഇവിടുത്തെ ലോക്കൽ പഴം കേട്ടോ, വെള്ളം ആവില്ല. ഇവിടുത്തെ ആൻഡമാനി മാത്രം കിട്ടുന്ന ഒരു നോർമൽ പഴമാണിത്. അപ്പോൾ ഇതാണ് കുഞ്ഞാവയുടെ ടിഫിൻ. ഒരു വട, പഴം, പിന്നെ ഇതാണ്ട് ഈ സൂചിയുടെ ഹൽവ. ഇത്ര ആകുമ്പോഴത്തേക്ക് ആ കുഞ്ഞു വയറ് നിറയും. പിന്നെ ഇനി ചേട്ടൻ്റെ ടിഫിനുണ്ട്. ഇനി ചേട്ടന് വട വെക്കണം. ചേട്ടന് അവർക്ക് ഉച്ചക്കുള്ള ഞാൻ പിന്നെ സമയമാകുമ്പോൾ കൊണ്ടു കൊടുക്കും. ചേട്ടന് 1, 2, 3 ഇന്ന് ഫുഡ് തന്നെ ഇതാണ് കേട്ടോ. അതായത് നമ്മൾ വേറെ ഒന്നുമില്ല. ചേട്ടനൊരു 1, 2, 3 ഒരു 6 വട വെച്ചു നാസ്തയ്ക്ക്. നാസ്ത എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു. പിന്നെ ദാണ്ട് ഇതിൽ ചമ്മന്തിക്കറി ഒഴിക്കുകയാണ്. ദാണ്ട് ചമ്മന്തിക്കറി. അങ്ങനെ ചേട്ടൻ്റെ ടിഫിനുമായി വട വെച്ചു. വെള്ളം നിറക്കണം ഇനി ബോട്ടലിൽ. കുഞ്ഞാവയുടെ ടിഫിനായി. കണ്ടോ, രാവിലത്തെ ടിഫിനുകളെല്ലാം തീർന്നതിന് ഉച്ചക്കത്തെ ഫുഡ് പിന്നെ അവർക്ക്.